സ്നേഹം നിറഞ്ഞ വ്യാപാരി സുഹൃത്തുക്കളെ, സ്വാമി പ്രസംഗിച്ചാൽ അതിന് മുമ്പ് പ്രസംഗിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. കാരണം ഞങ്ങളുടെ ഏകദേശം ഒരു 1250 വരുന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെ ഒരിക്കൽ കറുകുറ്റിയിൽ ആറ്റ്ലക്സിൽ ഒരു അഭിസംബോധന ചെയ്യാനായിട്ട് സാറിനെ വിളിച്ചിരുന്നു. അപ്പം അന്ന് വന്ന ആൾക്കാരെല്ലാം സന്തോഷത്തോടുകൂടി പറഞ്ഞൊരു കാര്യം, ആദ്യം തൊട്ട് അവസാനം വരെ ചിരിച്ച് നല്ല സന്തോഷത്തോടുകൂടി പോകാൻ പറ്റി സ്വാമിയുടെ പ്രസംഗം കാരണം എന്ന് പറഞ്ഞു. ഈ തൃശ്ശൂർക്കാർക്കൊരു ഗുണമുണ്ട്, പറയാനുള്ളത് പറയും, അത് മുഖത്ത് നോക്കി പറയും. നമുക്കൊക്കെ ഉള്ള കുഴപ്പം നമ്മളതിങ്ങനെ വട്ടത്തി ചവിട്ടും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വിൽ കീപ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. ആൾക്ക് കാര്യം മനസ്സിലാവില്ല. ഇന്നിവിടെ ഈ പ്രോഗ്രാമിനാണ് അദ്ദേഹം ക്ഷണിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം നിങ്ങളെല്ലാം നേരിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി കേരളം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആർക്കും അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഗ്രാഹ്യമില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഒന്ന്, കേരളത്തിലേക്ക് വരുന്ന റവന്യൂകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ ആയ ഗൾഫിൽ നിന്നുള്ള റെമിറ്റൻസ് വളരെയധികം കുറയുന്നതിൻ്റെ ഒരു കാരണം ഫ്രീ ഹോൾഡ് ലാൻഡ് ദുബായ് പോലുള്ള സ്ഥലങ്ങൾ, ദുബായിലും ഖത്തറിലും ഇപ്പോൾ ഒരു പരിധി വരെ സൗദിയിലും ഒക്കെ കിട്ടുന്നതുകൊണ്ട് വാടകയ്ക്ക് പകരം EMI ആയിട്ട് അതിനെ മാറുകയാണ്. 1 മില്യൺ ദിർഹം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ 5000 ദിർഹമേ മാസം അടവുള്ളൂ. അപ്പോൾ 60,000 ദിർഹം റെൻറ്റ് കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ വീടോ വാങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇവിടെ വന്ന് ഇനി ഒരു ഫ്ലാറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇടപെടാനോ ഉള്ള സാധ്യത വളരെ കുറവ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെയൊക്കെ തറവാടിരിക്കുന്ന കോതമംഗലം പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന കാനഡ, ജർമ്മനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെയധികം ആൾക്കാർ അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള സന്തോഷം, ഞാൻ കാനഡയിൽ 4 മാസത്തിൽ 1 കണ്ടെയ്നർ അയച്ചിരുന്നത് ഇപ്പോൾ മാസത്തിൽ 3 അല്ലെങ്കിൽ 4 കണ്ടെയ്നറാണ് അയക്കുക. ചില സ്മോൾ ടൗണിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾ മാത്രമേ ഉള്ളൂ. മലയാളി സ്റ്റുഡൻസാണ്. അവർ ഇവൻച്വലി അവർക്ക് PR വരുന്നു, അവർ സെറ്റിൽ ദെയർ. പല പാരൻസും ഇൻസ്പൈറ്റ് ഓഫ് ഈ -18 ഡിഗ്രി ഒക്കെ ആണെങ്കിലും പല പാരൻസും അവരുടെ കൂടെ പോയി കൂടുന്ന ഒരു സ്ഥിതിവിശേഷം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഗവൺമെൻറ്, ഞാനൊരു പൊളിറ്റിക്കൽ സൈഡിൽ പറയല്ല, ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ പൈസ ചിലവാക്കാതിരിക്കുകയും, നിങ്ങൾ നേരത്തെ സ്വാഗത പ്രസംഗികൻ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ ടെക്നോളജിനെ കുറിച്ചാണ് എപ്പോഴും മാത്യു പറയാറുള്ളതെന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര സുഖമുണ്ട്. പണ്ട് നമുക്ക് പാസ്പോർട്ട് ഓഫീസിൽ നമ്മൾ ഒരു PR ആളെ വച്ചിരിക്കുകയാണ് പാസ്പോർട്ട് ഓഫീസിൽ. കാരണം ഒരു ജർമ്മനി പോകണം, ഫെയറിന് പോകണം, വിസ അടിച്ച് കിട്ടണം, പാസ്പോർട്ടിൽ ചിലപ്പോൾ പേജ് ഉണ്ടാവില്ല. അതൊക്കെ ഒരു വലിയ കുരിശായിരുന്നു. ഇന്ന് നമ്മളവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ ഒരു 30, 35, 40 മിനിറ്റിനുള്ളിൽ നമുക്ക് ആ കാര്യം കടന്ന് ഓഫീസിലെത്താവുന്ന സ്ഥിതിയുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ഹാസ് ഗ്രോൺ ടു ദാറ്റ് ലെവൽ വെയർ ഫെറ്റീഗുകളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൽ കൂടുതൽ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഞാൻ പണ്ട് മുതലേ പറയുന്നത്, എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പേ പറഞ്ഞു തുടങ്ങുന്നൊരു കാര്യമാണ്, പെൻഷൻ നടക്കില്ല എന്നുള്ളത്. പെൻഷൻ ഇനി കിട്ടില്ല. കാരണം നമ്മളുടെ വരുമാനത്തിൽ നിന്ന് ഉള്ള ടാക്സിൽ നിന്നാണ് പെൻഷനും കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ശമ്പളം കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇനി വരും കാലത്തിൽ ഒട്ടും തന്നെ ഫണ്ട് ഉണ്ടാവാത്ത സ്ഥിതി വിശേഷം. കേരളം GDPയുടെ 36% കടം ഓൾറെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഒരു നോർമൽ കേസിൽ ഒരു 24-25% മുകളിൽ ഇത് പോകാൻ പാടില്ല. ആ സമയത്താണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഒരവസ്ഥ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സംരംഭകരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കൂടുതൽ സംരംഭകരുമായിട്ട് ഉള്ള ഒരു ഇക്കോസിസ്റ്റത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് ഒരു കേരളത്തിൽ വലിയ രീതിയിൽ ബിസിനസ് ചെയ്ത് വളർന്നിട്ടുള്ള ബിസിനസ്സുകാരുടെ ഒരു നമ്പർ എടുത്ത് നോക്കുക. 100 പേരുടെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 90 പേരും തൃശ്ശൂർക്കാരായിരിക്കും. നിങ്ങളൊരു മനക്കണക്ക് നോക്കിയാൽ മതി, ഞാൻ വേറെ ഇത് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇന്ന് നമ്മൾക്ക് ഈ ഒരു ഇക്കോസിസ്റ്റം, അതായത് ഇങ്ങനെ ഈ കൂട്ടായ്മയിലൂടെ നമ്മൾ വരുമ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ വളർച്ചയ്ക്ക് എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും. ഡിസ്ട്രക്റ്റീവ് ആയിരിക്കില്ല നമ്മുടെ ചർച്ചകൾ. നമ്മുടെ ചർച്ചകളെല്ലാം പ്രൊഡക്റ്റീവ് ആയിരിക്കും. നാളേക്ക് നമ്മുടെ ബിസിനസ് ഏത് ലെവലിൽ പോകണം എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും നമ്മുടെ ചർച്ചകൾ ജനറലി പോവുക. ഇവിടെ സ്വാഗത പ്രസംഗികൻ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും പ്രസക്തമായ കാര്യം, മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അത് ബിസിനസ്സിലും വ്യക്തി ജീവിതത്തിലും ഉണ്ടാവുക എന്നുള്ളത് വളരെ 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 വേണ്ടപ്പെട്ട കാര്യമാണ്. എൻ്റെ ഫാദറിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു വാല്യൂസ് എന്ന് പറയുന്നത്, ഒരാളോട് മോശമായി പെരുമാറാൻ അല്ലെങ്കിൽ ഒരാളെ അബ്യൂസീവായിട്ടുള്ള വേർഡ് ഉപയോഗിച്ച് ഒരാളുടെ അടുത്ത് പെരുമാറാൻ
പെരുമാറരുത് എന്ന് ഉള്ളതായിരുന്നു എൻ്റെ ഫാദർ എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം. അതിൻ്റെ ഒരു കാര്യം അദ്ദേഹം ഞാൻ കളമശ്ശേരിയിൽ ബോർഡിങ്ങിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ട് തിരിച്ച് അടിമാലിക്ക് പോകുന്ന സമയത്തൊക്കെ പപ്പ കുറേ കഥകൾ പറയും. അതിനകത്തൊരു കാര്യം പറഞ്ഞത്, ഞങ്ങളുടെ കടയിൽ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രഭാകരൻ ചേട്ടനെ പപ്പ നല്ല വഴക്ക് പറഞ്ഞു. വഴക്കൊക്കെ പറഞ്ഞ് പപ്പ ഭക്ഷണം കഴിക്കാൻ പോയി. ഇപ്പോൾ സ്വാമിയാൻ വന്നപ്പോൾ പറയുന്നത് എൻ്റെ ഉച്ചയുറക്കം ഞാൻ കാറിലിരുന്ന് നടത്തിയെന്ന് പറയും. പപ്പയും ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്കുള്ള ആ ഒരു ഹാഫ് ആൻ അവർ ഉറക്കം അത് കമ്പൽസറിയാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ നല്ല സുന്ദരനായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പപ്പ ഭക്ഷണം കഴിക്കാൻ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആണ് പപ്പക്ക് മനസ്സിലായത് ഈ കുഴപ്പം ചെയ്ത ആൾ പ്രഭാകരൻ ചേട്ടനല്ല എന്ന് മനസ്സിലായി. അപ്പോൾ പപ്പ ചോദിച്ചു, പ്രഭാകരൻ ഞാൻ ഇത്രയധികം ചീത്ത പറഞ്ഞിട്ട് നീ എന്തോ ഒന്നും പറയായിരുന്നേ, ഇത് അവനാണെന്നുള്ളത്, അല്ല ഇത് പ്രഭാകരനല്ല എന്നുള്ളത്. അപ്പോൾ പ്രഭാകരൻ ചേട്ടൻ്റെ ആ മറുപടിയാണ് പപ്പാനെ സ്പർശിച്ചത്. മീരാൻക, കേൾക്കേണ്ട ആൾ എൻ്റെ അടുത്തുനിന്ന് കേൾക്കണ്ടായിരുന്നു. ഞാനല്ല എന്നുള്ളത് എനിക്കറിയാം, കേൾക്കേണ്ട ആൾക്കത് കേൾക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ പപ്പ അതെപ്പോഴും വളരെ കാര്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. നമുക്കൊരാളെ ഹേർട്ട് ചെയ്യാതെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ റെസ്പെക്റ്റ് നമ്മളെപ്പോഴും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് കൊടുക്കണം. ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം 20 മുകളിൽ 20, 25, 30, 33 ഇപ്പോൾ ഞങ്ങൾ ഈ വർഷം 83 ഞങ്ങൾ കോണ്ടിമെൻസിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഈ 40ാമത്തെ വർഷത്തിൽ 33, 34 വർഷം നമ്മുടെ ഓർഗനൈസേഷനിൽ കൂടെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. കാര്യം സ്വാമി തമാശയായിട്ടാണ് പല കാര്യങ്ങളും അവതരിപ്പിച്ചതെങ്കിൽ അതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ സ്വാമി കടയിലെത്തുന്നവരെ പ്രതീക്ഷിച്ച ഒരാൾ കടയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ആളിനോടുള്ള വിശ്വാസവും സ്നേഹവുമാണ്. ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ എല്ലാ പർച്ചേസും ചെയ്യുന്നത്. എന്ത് ട്രാൻസാക്ഷനും ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. നെഗോസിയേഷൻ എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ നെഗോസിയേഷൻ നടത്താറുള്ളൂ. ട്രാൻസ്പെറൻസിയും ക്വാളിറ്റി അധിഷ്ഠിതമായിട്ടുള്ള ഔട്ട്ലുക്കൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പിന്നെ പ്രോഫിറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ വലിയ പ്രശ്നം വരില്ല. ആ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിലാണ് നമ്മളുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ വളർത്താനായിട്ട് നമുക്ക് പറ്റുക. ഞാനെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഞങ്ങളുടെ ഫസ്റ്റ് പ്രൈവറ്റ് ഇക്വിറ്റി വന്നത് 2004. അന്ന് $10 million US ബേസ്ഡ് ന്യൂവർണോൺ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ പൈസയിൽ ഭൂരിഭാഗവും പൈസ ക്യാഷ് പർച്ചേസിന് ഉപയോഗിച്ചത്. അപ്പോൾ എന്ത് പറ്റി, ഒരു 3-4% നമ്മളുടെ എബിറ്റ് മാർജിൻ വ്യത്യാസം വന്നു. ഈ ക്യാഷ് കൊടുത്ത് എസ്പെഷ്യലി ഞങ്ങളുടെ മുളക് എന്നൊക്കെ പറയുന്ന ഒരു ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിളിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണല്ലോ. അവിടെ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും വില കുറയും. അപ്പോൾ അത് എബിറ്റിനെ ഒരു 3-4% നമ്മളുടെ എബിറ്റിനെ ഗുണം ചെയ്തു. മാത്രമല്ല നമ്മളുടെ വെൻഡേഴ്സിന് നമ്മൾ കറക്റ്റായിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ അവർ വീക്കാവും. അവർ വീക്കായിട്ടുണ്ടെങ്കിൽ അവരുടെ ഇന്നെഫിഷ്യൻസി നമ്മളുടെ തലയിൽ വരും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് നമുക്ക് കിട്ടേണ്ട സാധനം നമ്മൾ അവരെ ഇന്നെഫിഷ്യൻ്റ് ആക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് 104 രൂപയ്ക്ക് വരും. ആ 104 രൂപ നമ്മളുടെ പ്രോഫിറ്റബിലിറ്റീനെ ബാധിക്കും. അപ്പോൾ റിലേഷൻഷിപ്പ് അവിടെയും നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഗുണം ഫ്രണ്ട് എൻഡിലും എല്ലാം ഗുണം ചെയ്യുന്നത് നമ്മളുടെ ബിസിനസ്സിനെ തന്നെയാണ്. അപ്പോൾ അതൊരു മാത്രമല്ല നമ്മുടെ കൂടെയുള്ള എംപ്ലോയീസ്, അവരുടെ മോട്ടിവേഷൻ, ഇൻട്രാപ്രണർഷിപ്പ് within the system there should be an entrepreneurial interaction. അപ്പോൾ within the system there has to be ഒരു entrepreneurship sort of ഒരു ഇക്കോസിസ്റ്റം നമ്മൾ ഉണ്ടാക്കി എടുത്തേ മതിയാവും. പലപ്പോഴും വില കുറച്ച് വിൽക്കുക എന്നുള്ളത് ഒരു ബുദ്ധിയില്ലാത്ത ആളുടെ പണിയാണ്. ഒരു ഇൻഡസ്ട്രി സർവൈവ് ചെയ്യണമെങ്കിൽ ഒന്ന് നമുക്ക് ശമ്പളം കൊടുക്കാൻ പൈസ വേണം, നമുക്ക് പരസ്യം ചെയ്യാൻ പൈസ വേണം, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ലാഭം എന്നുള്ള നിലയിൽ നമുക്ക് പൈസ വേണം. ഇൻഡസ്ട്രിയുടെ ലാഭം കളഞ്ഞാൽ ആ ഇൻഡസ്ട്രി നശിക്കും. ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ ഒരു ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് മാർജിൻ 26% ആണെങ്കിൽ ആ 26% താഴെ ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ്സിന് ഘടകവിരുദ്ധമായിട്ടാണ് പെരുമാറുന്നത്. അത് ഇൻഡസ്ട്രീനെ ബാധിക്കുക. അപ്പോൾ നിങ്ങളിൽ പലരും കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉപയോഗിച്ച്, ആ ഒരു റീസൺ ഉപയോഗിച്ച് നിങ്ങൾ വില കുറച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ തകർക്കുകയാണ്. അപ്പോൾ നമ്മൾ തകർക്കുന്ന ഒരു ഇൻഡസ്ട്രീനെ എന്ന് പറയുമ്പോൾ ആ ഇൻഡസ്ട്രിയിൽ മൂലധനം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും, അതുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന പല രീതിയിലായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതെല്ലാം താറുമാറാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വില കുറച്ച് വിൽക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ഒരു കാരണവശാലും ചെയ്യരുത്. ഇൻഡസ്ട്രി മാർജിൻ എന്താണോ ആ മാർജിൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ബിസിനസ്സുകാരെന്നുള്ള നിലയിൽ നമ്മളുടെ കയ്യിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തൊരു കാര്യം നേരത്തെ പറഞ്ഞു, ഡിസിപ്ലിൻ്റെ കാര്യം പറഞ്ഞു. ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്ക് വളരെ വലുതാണ്. പക്ഷെ ഞാൻ ബിസിനസ്സിന് അധിഷ്ഠിതമായിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ പറയും ഏൺ ആൻഡ് ബേൺ. നിങ്ങൾ ബിസിനസ്സിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്നിട്ട് തകർക്കുക. ഇപ്പോൾ ഞാൻ പല
സ്റ്റാർട്ടപ്പുകളിലും പൈസ ഇട്ടിട്ടുള്ളപ്പോൾ പലരുടെയും ആറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റും ഇതിങ്ങനെ ബേൺ ചെയ്തുകൊണ്ടിരിക്കും സർ. ഇത് കുറേ കാലം ബേൺ ചെയ്യും.